ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ എത്ര ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, ഇവയുടെ എല്ലാം ബാലൻസ് ഒരേ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അറിയാൻ സാധിച്ചാലോ? അതുപോലെ എപ്പോൾ ആപ്പ് തുറന്നാലും ഏത് ബാങ്കിലാണ് ക്യാഷ് വന്നത് അല്ലെങ്കിൽ പൈസ പിൻവലിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി അറിയാൻ സാധിക്കുന്നതും നമ്മുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ആഴ്ചത്തെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ ചിലവുകൾ ചുരുക്കാൻ സാധിക്കുന്ന വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബാങ്കിങ് അറിവുകൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഫോണിലെ SMS, കോണ്ടാക്റ്റ്, ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോണ്ടാക്റ്റ്, SMS, ഫോൺ, ഫോട്ടോ, മീഡിയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എനേബിൾ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ താഴെ കാണാം. അതായത് നമ്മൾ ഏത് ഫോണാണ്, ഷോമി ഡിവൈസ് പോലെയുള്ളതിലാണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഇമെയിൽ സെലക്ട് ചെയ്യുക. നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ സെലക്ട് ചെയ്യുക. ഒന്നിലധികം ഇമെയിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു മെയിലാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അതിനുശേഷം ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ കാണിക്കും. നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. 4 അക്ക പിൻ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. തുടർന്ന് താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ മാനേജ് യുവർ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള പണം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത് നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ആ ബാങ്ക് അക്കൗണ്ടുകളുടെ ബാങ്ക് ബാലൻസും ബാങ്ക് അക്കൗണ്ടും നമുക്കവിടെ കൃത്യമായി കാണാൻ സാധിക്കും. നമുക്ക് ഒറ്റ ബാങ്കേ ഉള്ളുവെങ്കിൽ ആ ഒറ്റ ബാങ്കായിരിക്കും ഇവിടെ കാണുന്നത്. ഒന്നിലധികം ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എനിക്കിവിടെ കുറേ അധികം ബാങ്കുകൾ അക്കൗണ്ട് ഉണ്ട്, അതെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ബാലൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാങ്ക് ബാലൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കല്ലെങ്കിൽ SMS വരുന്നത് ഏതെങ്കിലും അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ SMS വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇവിടെ ബാലൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോൾ നോക്കിയാലും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് ബാങ്ക് ബാലൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കൊരു SBI ബാങ്ക് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് SBI ബാങ്കിൽ തന്നെ ഒന്നിലധികം ബാങ്കുകളുണ്ട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ SBI ബാങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാങ്ക് ബാലൻസ് അറിയുന്നില്ല എങ്കിൽ മിസ്ഡ് കോളോ അല്ലെങ്കിൽ SMS ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നമ്പറുണ്ട്, ജസ്റ്റ് നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ല എങ്കിൽ SMS വേണമെങ്കിലും ചെയ്യാം. കോൾ ചെയ്യുക അല്ലെങ്കിൽ SMS ചെയ്യുക. കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബിസിയൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ SMS ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ ബാലൻസ് കാണിക്കുന്നില്ലെങ്കിൽ ഇത്ര കാണിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ SBI വന്നിട്ടുണ്ട് ബാലൻസ് അറിയുന്നതിന് SMS വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ SMS എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചു. അതിനുശേഷം നമ്മുടെ ഫോണിലെ SMS ആപ്ലിക്കേഷനിലേക്കായിരിക്കും പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് SMS ചെയ്യാം. നമ്മുടെ ഫോണിൽ SMS ചെയ്യുന്നതിന് വേണ്ട ബാലൻസ് ഉണ്ടായിരിക്കണം. ഇത് ഒരിക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ അക്കൗണ്ടുകൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മെസ്സേജ് വരുന്നതായിരിക്കും. പൈസ വിഡ്രോവൽ ചെയ്യുമ്പോഴും ഡെബിറ്റ് ആകുമ്പോഴും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷനിൽ ആ ബാലൻസ് ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും. ബാലൻസൊക്കെ നമുക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഏറ്റവും താഴെ ഡൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഏറ്റവും താഴെ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അതായത് പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പേര്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസർ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്കുകളിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതായത് നമ്മൾ സ്ഥിരമായി ഒരു മൊബൈൽ നമ്പറായിരിക്കും അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യുന്നത്, അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു വെരിഫിക്കേഷൻ കോഡ്, അതായത് ഒരു OTP നമുക്ക് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതായത് നമുക്ക് SMS തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആണ്. നമുക്ക് ഇത് എങ്ങനെ എനേബിൾ ചെയ്യണം, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷനിലേക്ക് ഇതിൽ നിന്നും ബാലൻസ് ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്കത് വേണേൽ ആക്സസ് ചെയ്ത് കൊടുക്കാം, ഇല്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ക്യാൻസൽ ബട്ടൺ അടിക്കുകയാണ്. അതിനുശേഷം ബാക്ക് ബട്ടൺ പോവുക. ഇനി ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ സ്പെൻഡ് എന്ന് പറഞ്ഞിട്ട് 0 കാണാം. അതായത് നമുക്ക് ഒരു മാസത്തെ ബഡ്ജറ്റൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഞാൻ സ്പെൻഡ് ചെയ്ത പൈസ, അതായത് ഉപയോഗിച്ച പൈസ തുടങ്ങിയ കാര്യങ്ങളെല്ലാം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അതായത് വന്ന തുക, ഇന്ന് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്, നമുക്ക് ഉപയോഗിച്ച് തുടങ്ങിയാൽ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ലോണ്, അത് കഴിഞ്ഞ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ബില്ല് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി നമുക്കവിടെ ഒരു പിൻ സെറ്റ് ചെയ്യാം. അതായത് ഏറ്റവും മുകളിൽ ഓട്ടോ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, പിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ ഇനി മെയിൻ ഇൻ്റർഫേസിലേക്ക് വരാം. ഇവിടെ മെയിൻ ഇൻ്റർഫേസ് വന്നതിന് ശേഷം നമുക്ക് സ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചാർട്ട് രൂപത്തിലാക്കാം. അതായത് നമുക്ക് ഓരോ മാസത്തെ നമ്മുടെ വരുമാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചാർട്ട് രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് താഴെ കാണാൻ സാധിക്കും. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഓരോ ദിവസം നടത്തിയ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. അതിൽ ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും ഇതുവരെയുള്ള ഏതൊക്കെ ബാങ്കിൽ ഏത് UPI ബാങ്കിൽ റീചാർജ് ചെയ്തതോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നതായിരിക്കും. ഇനി അതിന് താഴോട്ട് കുറേയധികം ഉണ്ട്, ബിൽസ്, ക്യാഷ്, അത് അനലൈസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും മുകളിൽ ഇടത് സൈഡുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാങ്ക് ബാലൻസും ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളെല്ലാം കാണാം. അതുപോലെ മുകളിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ക്രെഡിറ്റ് കാർഡുകളുടെ എല്ലാം ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഞാനിവിടെ ക്രെഡിറ്റ് കാർഡുകൾ ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്. നമ്മൾ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യമായ ഒരു സംഭവം എന്ന് പറയുന്നത് സെറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മാസം നമ്മുടെ ബഡ്ജറ്റ് എത്ര ആയിരിക്കണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഞാനിവിടെ 25,900 രൂപ എന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം സെറ്റ് നൗ എന്ന് പറഞ്ഞ് ഓപ്ഷൻ കൊടുത്തു. മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ അവിടെ കാണാം സേവ്സ് ടു സ്പെൻഡ് എന്നുള്ളിടത്ത് ആ എമൗണ്ട് അവിടെ കാണാം. ഈ എമൗണ്ട് ആയിരിക്കണം നമ്മുടെ ഒരു മാസത്തെ ബഡ്ജറ്റ് ഈ രൂപയ്ക്ക്, അതായത് നമുക്ക് എത്രയാണോ സെറ്റ് ചെയ്യുന്നത് ആ എമൗണ്ടാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം ഞാൻ പറയാം. അതിനു മുന്നേ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ ബാങ്കിലെയും ബാലൻസ് കാണാം, ടോട്ടൽ ബാലൻസ് മുകളിൽ കാണാം. കുറച്ച് കാര്യങ്ങൾ കൂടെ ഉള്ളൂ. ഏറ്റവും മുകളിൽ ഇടത് സൈഡ് 3 ലൈൻസ് കാണാം. അതിൽ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസുകൾ വരും. ഇവിടെ നമുക്ക് ബിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ബില്ലുകൾ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിൽ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് നമ്മൾ ഏത് UPI ആപ്ലിക്കേഷനോ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴിയോ ഏത് ATM കാർഡ് ഉപയോഗിച്ചതോ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്കവിടെ കാണാൻ സാധിക്കും. അതേപോലെ നമുക്കവിടെ 0 എന്ന് മുകളിലുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിവിടെ ഏറ്റവും താഴെ വലത് സൈഡ് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്പെൻഡ് സമ്മറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർട്ട് രൂപത്തിൽ കാണാം. താഴേക്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാം. അതായത് നമ്മൾ ഏത്
ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്, കാർഡാണോ കൂടുതൽ ഉപയോഗിച്ചത്, UP ആപ്ലിക്കേഷനാണോ നമ്മൾ ബാങ്ക് ആപ്ലിക്കേഷനോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. നമുക്കതിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യമെല്ലാം നമുക്കവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതുപോലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഭാവിയിലേക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. അതായത് നമ്മുടെ ബഡ്ജറ്റ് ക്രമീകരിക്കുന്നതിനുള്ള കുറച്ച് ഓപ്ഷൻസാണ്. അതിൽ ഏറ്റവും മുകളിൽ മന്ത്ലി സമ്മറി കൊടുത്തിട്ട് നമുക്ക് സമ്മറി കൊടുക്കാം, വീക്ക് കൊടുക്കാം, അങ്ങനെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ ഉണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഷോ ഇൻകം അത് നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാതെ തന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ ഷോ ഇൻകം, അതായത് നമ്മുടെ വരുമാനം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് ഒരു പിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ മറ്റാരും ഉപയോഗിക്കാതെ നമുക്ക് നോക്കാം. അതുപോലെ ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക, അതായത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അലാറം, അതായത് നമ്മുടെ ബില്ലുകളുടെ റിമൈൻഡർ അലാറം വയ്ക്കാം. ഡെയിലി റിപ്പോർട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ക്യാഷ് സ്പെൻഡ് റിമൈൻഡർ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഏതെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ റിമൈൻഡർ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അതേപോലെ SMS തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതിന് വേണ്ടി നമുക്ക് അലോ ചെയ്ത് കൊടുക്കാറുള്ളത് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യം നോട്ടിഫിക്കേഷൻസ് വേണ്ട എങ്കിൽ അലോ ചെയ്യേണ്ട കാര്യവുമില്ല. അതുപോലെ താഴേക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുണ്ട്. മലയാളം ഇതുവരെ അവൈലബിൾ അല്ല, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ചാർട്ടും കാണാൻ സാധിക്കും. താഴേക്ക് വന്നാൽ നമ്മുടെ ലേറ്റസ്റ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് അക്കൗണ്ട് ഇൻകം, അതായത് നമ്മുടെ വരുമാനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇതിലേക്ക്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏത് ബാങ്കിലാണോ നമുക്ക് പൈസ വന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എത്ര എൻ്റർ എമൗണ്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പർപ്പസ് തുടങ്ങിയ കാര്യങ്ങൾ, സെലക്ട് കാറ്റഗറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. അവിടെ കാറ്റഗറിയൊക്കെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് ഡേറ്റ് ആണ്, ഇൻകം, മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോൺ എന്താണോ കാര്യം അതെല്ലാം ചെയ്യാം. ഇത് മറ്റൊരാൾക്ക് അയക്കാനാണെങ്കിൽ അത് ചെയ്യാം, ആരാണ് അയച്ചത് എന്നുള്ളത് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യം നമ്മളൊരു ബുക്കിലോ ഒക്കെ എഴുതി വയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എപ്പോഴും വേണമെങ്കിലും നോക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷനും ഇതുപോലെ തന്നെയാണ്. അതായത് നമുക്ക് അക്കൗണ്ട് സ്പെൻഡ് ചെയ്തത് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ വേറൊരാൾക്ക് സ്പെൻഡ് ചെയ്ത തുക മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ബഡ്ജറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ നമ്മൾ സേവ് ടു സ്പെൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്തതിൽ ജസ്റ്റ് വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ബഡ്ജറ്റ് കാണാം. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഈ സേവ് ടു സ്പെൻഡ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു ഓപ്ഷനിലെത്തും. ഇവിടെ അതായത് നമുക്ക് ഒരു മാസം 15,000 രൂപ മാത്രമേ ബഡ്ജറ്റ് നിർത്തണം. നമുക്ക് 15,000 രൂപ മാത്രമേ വരുവാനുള്ളൂ. എന്നാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്തിട്ട് 15,000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ കാണാം 15,000. ഇത്തരത്തിൽ നമ്മുടെ ബഡ്ജറ്റ്, അതായത് നമ്മൾ ഈ എമൗണ്ട് ഇവിടെ വരുന്നതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങളും സ്പെൻഡ് ചെയ്യുമ്പോഴും വരുമ്പോഴും നമുക്ക് ആ ബഡ്ജറ്റ് നമുക്ക് മനസ്സിലാവും. പിന്നെ എത്ര രൂപ മിച്ചമുണ്ട്, അതുപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അതായത് ചെറിയ ഒരു തുക മാസവരുമാനമുള്ളവർക്ക് നമ്മുടെ ബഡ്ജറ്റ് കാര്യമായി മനസ്സിലാക്കുന്നതിനും അതുവഴി സേവ് ചെയ്യുന്നതിനും ഒക്കെ ബാങ്ക് ബാലൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മനസ്സിലാക്കുന്നതിന് വളരെയധികം ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.